അസ്സലാമലൈക്കും. ഞാനിന്ന് നമ്മളെ മഞ്ഞൾ നടന്നൊരു വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് മുന്നം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മഞ്ഞളുടെ വിത്തായിരുന്നു. അപ്പോൾ ഞാനിത് നടാൻ താമസിച്ച് പോയി. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഇവർ മുളച്ച് തുടങ്ങി. കണ്ടില്ലേ, എല്ലാത്തിലും മുള വന്ന്, എല്ലാം മുള വന്ന്, ഇതിലൊക്കെ ഇലകളും വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഏതായാലും ഒന്ന് നട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. കാരണം മുളച്ച് ഇത്രത്തോളം ആയി കഴിഞ്ഞാൽ നമ്മൾ നട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പം ഞാനിവിടെ ഒരു 6 ഗ്രോ ബാഗിലാണ് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു പകുതി വരെ കരിയില നിറച്ചിട്ടുണ്ട്. ഞാനെല്ലാം മുഴുവനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞുള്ളാണ്ടോ, ഗ്രോ ബാഗ് നിറക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ഞാൻ കാണിക്കണില്ല. ഇതിൽ ഈ 6 ഗ്രോ ബാഗിലും കരിയില ഒരു പകുതി വരെ നിറച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പോട്ടി മിക്സ്, ഞാൻ പറയാറുള്ള മണ്ണിൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിലാണ് നമ്മൾ മഞ്ഞൾ നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നടുന്നത് കാണിക്കാം. അപ്പം ഞാൻ ഒരു ഗ്രോ ബാഗിൽ ഇത് നടണമെന്ന് കാണിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇവർ മുള വന്നതിൻ്റെ പേരിൽ നമുക്ക് ആ മുളച്ച ഭാഗം മേലക്കാക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാമല്ലോ. ഇങ്ങനെ നട്ടു കൊടുക്കുക. വേറെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ ഇനി മുള വരും. ഒരു ഗ്രോ ബാഗിൽ അധികം നടേണ്ട ആവശ്യമില്ല, ഇതന്നെ കൂടുതലാണ്. എന്നാലും ഞാൻ വേറെ ഗ്രോ ബാഗൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പിന്നെ ഇതിൽ തന്നെ നട്ട് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ മുള മേലക്കാക്കിയിട്ട് നട്ട് കൊടുക്കുക. ഇതിലിത്ര മതി. പിന്നെ ഇനി ഇവർ വളർന്നതായി വന്നു കഴിഞ്ഞാൽ ഇനി സ്വല്പം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിയില നമ്മളിതിൻ്റെ മേലെ നൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം മുളച്ച് പൊന്തിയതിൻ്റെ പേരിൽ അധികം പാടില്ല. അപ്പോൾ സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കുക. നട്ട് നനക്കുക എന്നല്ലേ പറഞ്ഞുള്ളൂ. മഴക്കാലമായതിൻ്റെ പേരിൽ പിന്നെ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിത് ഒരു ആഴ്ച വരെ ഇതൊന്ന് ഏകദേശം സെറ്റാവുന്നത് വരെ തണലത്ത് മഴ കൊള്ളാത്ത ഭാഗത്തായിട്ട് വെക്കുക. കൂടുതൽ മഴ വീണ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മഞ്ഞളിൻ്റെ വിത്ത് അത്ര പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയില്ല, എങ്കിലും പറയാൻ പറ്റില്ല. വെള്ളം കൂടുതലായാൽ എന്തായാലും ചെയ്യും. അപ്പോൾ ഞാനിനി പിന്നീട് 5 ഗ്രോ ബാഗിൽ ഈ കാണുന്ന വിത്തുകൾ എല്ലാം മുള വന്നതാണ്, ഞാനതിൽ നട്ട് കൊടുക്കും. അതിനുശേഷം അത്യാവശ്യം ഇലകളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കാം. പിന്നെ ഞാൻ മുന്നേ നട്ടതായ പിന്നെ മഞ്ഞളിൻ്റെ ഒരു 6 ഗ്രോ ബാഗ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഇതാണ് ആ മഞ്ഞളിൻ്റെ തൈകൾ, കണ്ടില്ല, നല്ലപോലെ തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 6 ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ മുന്നേ നട്ടതായിരുന്നു. അന്ന് മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന പോലുള്ള സാധനങ്ങളൊക്കെയാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെയ്യാനുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മഞ്ഞളിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നട്ടതായ മഞ്ഞളിൻ്റെ വീഡിയോ അതിന് നല്ലപോലെ ഇലയൊക്കെ വന്നതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ബാക്കി വിത്തുകൾ ഞാൻ വെച്ചത് നട്ട് കൊടുക്കണത് കാണിക്കണില്ല. അത് മുളച്ച് ഇലകളൊക്കെ ആയതിനു ശേഷം പിന്നീട് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.